ഒരു നല്ല റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികളും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതേപോലെ ആൺകുട്ടികൾക്ക് അവൻ്റെ സ്നേഹം വരുന്നത് ലസ്റ്റിൽ നിന്നാണോ അതോ അവൻ്റെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസിൽ നിന്നാണോ എന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കഴിയും വിധം ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഒരു ആൺകുട്ടി ശരിക്കും ട്രൂ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവൻ്റെ സോളിൻ്റെ ഡെപ്തിൽ നിന്ന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ സ്വയം റിയലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, അവനോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ നിങ്ങളെ കാണുമ്പോൾ സബ് കോൺഷ്യസ്ലി അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യം, എങ്ങനെ ഞാൻ ഈ പെൺകുട്ടീൻ്റെ എസൻസിനെ സെർവ് ചെയ്യാം, ഞാൻ എന്തൊക്കെയാണ് അവൾക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് ടു മേക്ക് ഹർ ഫീൽ സേഫ്. അതേപോലെ തന്നെ അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡിനെ അല്ലെങ്കിൽ ആ ഒരു പ്ലേഫുൾനെസ്സിനെ വന്നിട്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, സോ ദാറ്റ് വളരെ ഫ്രീ ആയിട്ടും ലൈവ്ലി ആയിട്ടും ഈ ഒരു ലോകത്തിൽ അവളെ കൊണ്ട് ജീവിക്കാൻ പറ്റും. എങ്ങനെ അവളുടെ ഉള്ളിലുള്ള ഗോഡസിനെ സെർവ് ചെയ്യാം, ഇതൊക്കെ ആയിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൺകുട്ടികളുടെ ഉള്ളിലുള്ള ചിന്ത. ആൻഡ് ഈ ഒരു പ്രോസസ്സിൽ അവരെ തന്നെ ചേഞ്ച് ചെയ്യാനും തയ്യാറാവും. അതുമാത്രമല്ല, അവൻ സ്വയം റിയലൈസ് ചെയ്യും അവൻ്റെ നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഗിവിങ് ആണ്, സെർവിങ് ആണ്, പ്രൊവൈഡിങ് ആണ് എന്ന്. ആൻഡ് അവൾക്ക് വേണ്ടിയിട്ട് ഹി ലവ് ടു പ്രൊവൈഡ്. ചില സമയത്ത് അവന് തന്നെ മനസ്സിലാവില്ല, പക്ഷേ നിങ്ങൾ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവൻ എത്രത്തോളം ബിസി ആണെങ്കിൽ പോലും അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് സമയം നൽകും, അല്ലെങ്കിൽ അവൻ ഇറങ്ങും നിങ്ങൾക്ക് വേണ്ടി. സോ ദാറ്റ് ഈസ് ഹിസ് നേച്ചർ. ഇതാണ് അവൻ്റെ നേച്ചർ എന്ന് അവൻ തന്നെ റിയലൈസ് ചെയ്യും. ഇനി ഒരു ആൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ എങ്ങനെ ആ ഒരു ആൺകുട്ടീനെ ഫീൽ ചെയ്യിപ്പിക്കുന്നു എന്നതിന് അടിസ്ഥാനമായാണെങ്കിൽ അവനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്താണ് ഈ പെൺകുട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടുക? കാണാൻ നല്ല ഭംഗിയുണ്ട്, നൈസാണ്, ഇമോഷൻസൊക്കെ അവളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, എനിക്ക് കുക്ക് ചെയ്ത് തരാൻ പറ്റുമോ, എനിക്ക് എന്തൊക്കെ അവളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റും, ഇതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ. ഇങ്ങനെയുള്ള ആണുങ്ങൾ വന്നിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ലോസ്റ്റാണ്, അവരുടെ ഡീപ്പ് ഡൗൺ ഭയങ്കര ലോസ്റ്റാണ്. അവൻ്റെ ട്രൂ എസൻസിലല്ല. അവൻ്റെ ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് അവന് കിട്ടുന്നതിലാണ് എന്നാണ് അവൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ അവന് വേണ്ടത് ഒരു സക്സസ് ട്രോഫിയാണ്, പക്ഷെ അതും ഒരു ഇല്യൂഷനാണ്. കാരണം അവനെ ഫുള്ളായിട്ട് ഓഫർ ചെയ്യാൻ കഴിയുന്നില്ല. സോ അങ്ങനെയുള്ള ആണുങ്ങൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യും, നിങ്ങൾക്ക് ക്ലാരിറ്റി തരില്ല, നിങ്ങൾക്ക് മിക്സഡ് സിഗ്നൽസ് ആയിരിക്കും തരിക. സോ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഡേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടുഗദർനെസ് ആവശ്യമുണ്ടെങ്കിലോ ആദ്യം നിങ്ങൾ അവരെ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് വൈബ്രേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും അവൻ വൈബ്രേഷൻ ഓഫ് ഗിവിങ്ങിലാണോ അതോ ടേക്കിങ്ങിലാണോ എന്ന്. സോ ഭംഗി കണ്ടിട്ടും പഞ്ചാര വാക്കുകൾ കേട്ടിട്ടും വീഴാൻ നിൽക്കണ്ട. ആൺകുട്ടികൾ എന്ത് വേണമെങ്കിലും പറയും നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ, പക്ഷേ അത് ആക്ഷൻസിലുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യേണ്ടത്